ലൈഫ് ഇൻഷുറൻസ് ഏജൻറ്റുമാരെ പോലാണ് കേരളത്തിലെ ഇടതുമുന്നണി മന്ത്രിമാരും മറ്റു മുന്നണി നേതാക്കളും ഒക്കെ സംസാരിക്കുന്നത്. മത്സരിച്ചുള്ള തള്ളലുകളാണ്. ഒരാൾ പറയുന്ന KSRTC ബസ് ഉള്ളതുകൊണ്ട് എല്ലാവരും കാറ് വിൽക്കുന്നു. ഈ കേരളത്തിലെ ദൈവം തന്നെ പറയുന്നു 3 ലക്ഷം കോടിയായിട്ടാണ് ഒരാൾ നിക്ഷേപിക്കാൻ വന്നത്. അതുതന്നെ നമ്മുടെ കേരളത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ കുടുകുട ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്പം ജി ഏറ്റുപാടുന്നു. പിന്നെ രാജീവ് മന്ത്രിയുടെ തള്ളലെ, രാജേഷ് മന്ത്രിയുടെ തള്ളലെ, തള്ളുകളുടെ ഒരു അന്തർദേശീയ സമ്മേളനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ 2 മാസം കൂടെ ഇതെല്ലാം സഹിക്കേണ്ടിയിരിക്കുന്നു. സഖാവ് പിണറായി ഇന്നലെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു കഥയിലെ ഒരു സംഭവം അവതരിപ്പിച്ചു. പിണറായി പറഞ്ഞു, ഞാനിങ്ങനെ ഓഫീസിലിരിക്കുകയാണ്, രാജീവും വിളിച്ചു. രാജീവും പറഞ്ഞു, ഒരു വ്യവസായം തുടങ്ങാനുള്ള ഒരു സംരംഭവുമായിട്ട് ഒരാൾ നിങ്ങളെ പരിചയപ്പെടാൻ വരുന്നു, വന്നോട്ടേ പറഞ്ഞു. രാജീവനും കൂട്ടി വന്നു. രാജീവനും കൂട്ടി വന്നപ്പോൾ ഞങ്ങളിങ്ങനെ സൗഹൃദത്തിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ കേരളീയനല്ല, അപ്പോൾ ഇന്ത്യക്കാരനുമല്ല, വിദേശിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തെ, നിങ്ങളെ ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഇത്രയും വലുതാന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അത് ഏറ്റവും അവസാനമാണ് പിണറായി പറഞ്ഞത്. പിണറായി ചോദിച്ചു, എത്രയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ചെറിയൊരു സംഖ്യ, 1000, 2000 ഒക്കെയാണ് പിണറായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3 ലക്ഷം കോടിയാണ്. 3 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ വരികയാണ്. അപ്പോഴും പിണറായി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ കേരളത്തെ തിരഞ്ഞെടുക്കാൻ കാരണം? അദ്ദേഹം പറയാണ്, സമാധാനപരമായി ഇൻവെസ്റ്റ്മെന്റ് നടത്തി മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന നാടിനെ പറ്റി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ഞങ്ങൾ 1ാം സ്ഥാനത്ത് കാണുന്നത് കേരളത്തെയാണ് എന്നാണ് എന്നോട് ആ വ്യവസായി പറഞ്ഞത്. 3 ലക്ഷം കോടി നിക്ഷേപിക്കാൻ തയ്യാറുള്ള വ്യവസായി. ഇതാണ് കേരളം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് വർഗീയ കലാപം നടക്കാത്ത, സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷമുള്ള നാട്. ആ നാട്ടിലാണ്, കേരളത്തിലാണ് പുതിയ വ്യവസായത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ ഉയർന്നു വരുന്നത്. ഞാൻ ഈ പറഞ്ഞ 2 ലക്ഷം കോടിയുടെ 27% ഇപ്പോഴും തന്നെ പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. ഈ 1.18 ലക്ഷത്തിന് പുറമെയാണ് ഈ പറയുന്ന 3 ലക്ഷം. കേരളത്തിന്റെ വളർച്ച വലിയ രീതിയിൽ മുന്നോട്ടേക്ക് കുതിക്കാനുള്ള സാധ്യത ഇത് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്ന് തന്നെയാണ്.